നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷൻ സി.എഫ്. ജോയ്, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, PTA പ്രസിഡന്റ് VM നസീദ, SMC ചെയർമാൻ AF റിൻസി, OSA പ്രസിഡന്റ് K മണികണ്ഠൻ, പ്രധാന അധ്യാപിക KL ഷീജ, അധ്യാപകരായ KK ചന്ദ്രൻ, PC ശ്രീപത്മനാഭൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പതിയാരത്ത് പശു പേയിളകി ചത്തു. പാൽ കുടിച്ചവർ വാക്സിൻ കുത്തിവയ്പ് എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. പതിയാരം നീർത്താട്ടിൽ ചന്ദ്രന്റെ വീട്ടിൽ വളർത്തിയിരുന്ന കറവയുള്ള പശുവാണ് പേയിളകി ചത്തത്. ദിവസങ്ങൾക്ക് മുമ്പ് പേയ് പിടിച്ച തെരുവുനായ നാട്ടുകാരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. ഈ പശുവിനും അന്ന് കടിയേറ്റിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. പേയ് പിടിച്ച ലക്ഷണങ്ങളുള്ള പശു ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തലയിടിച്ച് ചോര വാർന്ന് ചാവുകയുമായിരുന്നു. മൃഗസംരക്ഷണവും ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേയ് വിഷബാധയേറ്റതാണെന്ന് കണ്ടെത്തിയത്. പശുവുമായി ഇടപഴകിയവരെയും ചികിത്സ നടത്തിയ ഡോക്ടറെയും വാക്സിൻ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട്. പശുവിന്റെ പാൽ വാങ്ങുന്ന കുടുംബങ്ങളുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വാക്സിനേഷൻ നൽകുന്നുണ്ട്. തിളപ്പിക്കാതെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പെരുമ്പ്ലാവ് ജംഗ്ഷനിലെ പൊതു കിണറിനോട് ചേർന്ന് 6.5 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കുടിവെള്ള ATM പ്രവർത്തനം തുടങ്ങി. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CA ഫൗസിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, സൗദ അബൂബക്കർ, PM നിഷിൽകുമാർ, ഘോഷ് പൂവത്തിങ്കൽ, MN നിർമ്മല, ഉഷ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 1 രൂപയുടെയും 2 രൂപയുടെയും നാണയം യന്ത്രത്തിലിട്ടാൽ 1 ലിറ്റർ ശുദ്ധജലം ലഭിക്കുന്ന തരത്തിലാണ് ATM ക്രമീകരിച്ചിരിക്കുന്നത്. തണുത്ത വെള്ളമോ സാധാരണ വെള്ളമോ തിരഞ്ഞെടുക്കാം. ജംഗ്ഷനിലെ കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്ന പൊതുകിണർ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പദ്ധതി ആരംഭിച്ചത്. കിണറ്റിലെ വെള്ളം റിവേഴ്സ് ഓസ്മോസിസ് സംവിധാനം ഉപയോഗിച്ച് ലവണങ്ങൾ, ഘനലോഹങ്ങൾ, ബാക്ടീരിയകൾ, വൈറസുകൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്താണ് ATM വഴി വിതരണം ചെയ്യുന്നത്. ഇതിനായി കിണറിനോട് ചേർന്ന് ശുദ്ധീകരണ പ്ലാന്റും നിർമ്മിച്ചിട്ടുണ്ട്. നാലു ദിവസങ്ങളിലായി നടക്കുന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 23ാമത് കുന്നംകുളം സെന്റർ കൺവെൻഷന് അക്കിക്കാവ് ദീനബന്ധു മിഷൻ സെന്ററിൽ തുടക്കമായി. സെന്റർ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച കൺവെൻഷൻ മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സ്വയം ശുദ്ധീകരിക്കുന്നതോടൊപ്പം കുടുംബവും സമൂഹവും ശുദ്ധീകരിക്കാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്തവർക്ക് സാധിക്കട്ടെ എന്ന് തിരുമേനി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വരുന്ന ദിവസങ്ങളിലെ ദൈവവചനത്തോടെ ലഭിക്കുന്ന ശക്തിയും ആശ്വാസവും പ്രാപിച്ച് നുറങ്ങിയ ഹൃദയത്തോടെയും ശുദ്ധിയുള്ള ആത്മാവോടെയും കർത്താവിനെ സേവിക്കാൻ നമുക്ക് ഓരോരുത്തരും സാധ്യമാകട്ടെ. മാർത്തോമ സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഇടവക വികാരി ഫാദർ സജു ചാക്കോ മതിലിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ വിവിധ സഭാ സംഘടനകളുടെ യോഗങ്ങളും വൈകിട്ട് വിവിധ വൈദികരുടെ വചന പ്രഘോഷണങ്ങളും നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 8:30 റവറന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് കുടുംബസംഗമവും നടക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷനിൽ ദീനബന്ധു ഡയറക്ടറും കുന്നംകുളം സെന്റർ പ്രസിഡന്റുമായ ഫാദർ ലിനു ജോർജ്, ജനറൽ കൺവീനർ MK ജോയ്, ട്രഷറർ PC റോബർട്ട് എന്നിവരും വിവിധ ഇടവക വികാരികളും നേതൃത്വം നൽകും.
ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് വി ബാലചന്ദ്രൻ, തമ്പി മാസ്റ്റർ, കെ ജ്യോതിഷ്, രാധാകൃഷ്ണൻ മാസ്റ്റർ, ശൈലജ, കവിത പ്രേംരാജ്, കെ പ്രമോദ്, അംബികാമണിയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശബരിമലയിലെ സ്വർണ്ണക്കളവിന്റെ ഉത്തരവാദികളായ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി വി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് മേഖലയിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. മണ്ഡലം വൈസ് പ്രസിഡന്റ് A അബ്ദുൽ മജീദ് മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് ഭാരവാഹികളായ സലാം വലിയകത്ത്, OS വാസുദേവൻ, MH നൌഷാദ്, PB പ്രസാദ്, അക്ബർ അലി, TK സുബ്രഹ്മണ്യൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനേങ്കാട്, സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിജയകുമാർ, പഞ്ചായത്ത് മെമ്പർ സൈബനീസ ഷറഫു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരോ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധജ്വാല നടത്തി. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി NK അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അബു പുത്തംകുളം അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സ്മിത മുരളി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ K വിശ്വംഭരൻ, KA ശിവരാമൻ, ജമാൽ കരിക്കാട്, ഷാജി KH, PK മുഹമ്മദ് അലി, KK ജമാൽ, ശങ്കരൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധജ്വാല തീർത്തു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ചിറക്കൽ സെന്ററിൽ നടത്തിയ പ്രതിഷേധജ്വാല മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NK അലി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് MM, നേതാക്കളായ VK മുഹമ്മദ്, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, NK അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കുന്നംകുളം ബ്രാഞ്ചിലെ മെമ്പർ LIC ഗാലക്സി ക്ലബ് മെമ്പർ MDR2യുമായ മനേഷ് ജോസിന്റെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കുന്നംകുളം ബ്രാഞ്ച് ഓഫീസിന് സമീപം ബ്രാഞ്ച് പ്രസിഡന്റ് KA റാഫേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ചീഫ് മാനേജർ R നന്ദകുമാർ, മാനേജർമാരായ ഷാജൻ തോമസ്, ശ്രീദേവി നന്ദകുമാർ, രശ്മി ജുഡിച്ച്, ദിലീപ് കുമാർ, വിജയ ഗോവിന്ദ്, കേശവദാസ്, ബാലകൃഷ്ണൻ, TA രാജൻ, വിനോദ് കുമാർ, വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. പ്രവാസിയുടെ ജീവിത സ്പന്ദനങ്ങൾ തുറന്നു കാണിക്കുന്ന ഹ്രസ്വചിത്രം ഒസ്യത്തിന്റെ അണിയറ പ്രവർത്തകരുടെ സംഗമം ഒസ്യത്ത് മീറ്റ് ആൻഡ് ഗ്രീറ്റ് സംഘടിപ്പിച്ചു. ടീം ദി ക്രിയേറ്റേഴ്സിന്റെ ബാനറിൽ അഫ്സൽ തൃത്തല്ലൂർ രചനയും സംവിധാനവും നിർവഹിച്ച് ആഷിഖ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹ്രസ്വചിത്രമാണ് ഒസ്യത്ത്. കറുകമാട് 4 മണിക്കാറ്റിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ അഹമ്മദ് മുയിനുദ്ദീൻ മുഖ്യാതിഥിയായി. ഹ്രസ്വചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്ത നാടക, സിനിമാ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാജൻ കാഞ്ഞിരക്കോട്, പ്രേമീന്ദർ എന്നിവരെ ആദരിച്ചു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ലോഗോ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഒസ്യത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ JPK ഉപഹാരം സമർപ്പിച്ചു. ഒസ്യത്ത് ടീം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് നടന്ന ഒസ്യത്തിന്റെ പ്രദർശനവും ശ്രദ്ധേയമായി. കടപ്പുറം വട്ടേക്കാട്ട് PK മൊയ്തുണ്ണി ഹാജി മെമ്മോറിയൽ UP സ്കൂളിൽ ലോക തപാൽ ദിനം ആചരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ജൂലി ജോൺ അധ്യക്ഷത വഹിച്ചു. പോസ്റ്റ് മാസ്റ്റർ മിന്നു, പോസ്റ്റ്മാൻ ജോഷി എന്നിവർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. കുട്ടികൾ അവരുടെ ആശയങ്ങൾ അടങ്ങിയ ഇൻലെറ്റ് പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചു. സീനിയർ അധ്യാപകരായ ഷെമീറ ഷെർലി, AH ഷാജി, ബിന്ദു സെലിൻ, MK നിയാസ്, ഫെറിൻ ജേക്കബ് പിങ്കി, ഫ്രാൻസിയ ആൽബിൻ, ദീപ്തി, ഹസീന റസിയ എന്നിവർ നേതൃത്വം നൽകി. പോസ്റ്റ് ഓഫീസ് സന്ദർശനവും ആശയവിനിമയ ശൃംഖലയെക്കുറിച്ചും കുട്ടികൾക്ക് അവബോധം നൽകി. IMAWIMAയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ബദനി സ്കൂളിൽ പെൺകുട്ടികൾക്കായി സ്വയരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ബോധിധർമ്മ അക്കാദമി ഡയറക്ടർ അഡ്വക്കേറ്റ് ഷിഹാൻ മനോജ്, ധീരം സർട്ടിഫൈഡ് പരിശീലകരായ സെംബൈ സിമി, ബിൻസി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് ഉദ്ഘാടനം നിർവഹിച്ചു. WIMA ചെയർപേഴ്സൺ ഡോക്ടർ വനജ വേണുഗോപാൽ, സെക്രട്ടറി ഡോക്ടർ സംഗീത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ മുൻ കൗൺസിലറും മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന സരള രാധാകൃഷ്ണൻ നിര്യാതയായി. 79 വയസ്സായിരുന്നു. P ലത, ബാബുരാജ്, രഘുനാഥ്, പരേതനായ കൃഷ്ണകുമാർ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8-ന് പാമ്പാടി ഐവർമഠത്തിൽ നടക്കും.
കണിപ്പയൂർ പനക്കൽ പറമ്പിൽ സുബ്രഹ്മണ്യൻ നിര്യാതനായി 78 വയസ്സായിരുന്നു. ദേവകി ഭാര്യയും അനാമിക മകളുമാണ്. സംസ്കാരം പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തി. ചൂണ്ടൽ പുതുശ്ശേരി മാളിയേക്കൽ ആഗ്നസ് നിര്യാതയായി 85 വയസ്സായിരുന്നു. പരേതനായ സെബാസ്റ്റ്യനാണ് ഭർത്താവ്. സ്മിത മകളാണ്. സംസ്കാരം വെള്ളിയാഴ്ച 10 പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയ സെമിത്തേരിയിൽ നടത്തി. കേച്ചേരി തലക്കോട്ടുകര പുലിക്കോട്ടിൽ വീട്ടിൽ ബേബി നിര്യാതയായി 83 വയസ്സായിരുന്നു. പരേതനായ തോമസാണ് ഭർത്താവ്. സംസ്കാരം തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.